ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 13 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഫസ്റ്റ് തന്നെ എലക്കിനെ കാണിക്കുന്നു. എലക്കിന്റെ സ്പേസ്ഷിപ്പിലുള്ള ആ ഒരു പൈലറ്റ് അവിടെ എന്താണ് ഫൈറ്റ് നടക്കുന്നത് എന്ന് നോക്കിയാലോ എന്ന് ചോദിക്കും. എലക്ക് പറയും, ഇപ്പോൾ വേണ്ട, കുറച്ച് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇതേ സമയം വെജീറ്റ ഗ്രനോളയ്ക്ക് സെൻസോബീൻ കൊടുത്ത് അത് കഴിച്ച ഉടൻ തന്നെ ഗ്രനോള പഴയതുപോലെ സ്ട്രോങ്ങർ ആകുന്നു. ഇതേ സമയം ആ ഒരു പെണ്ണും എലക്കിന്റെ ടീമിലുള്ള ഒരുത്തനും നമ്മുടെ നാമക്കിനെ പിടിക്കാൻ പോകുമ്പോഴേക്കും അവിടെ പെട്ടെന്ന് തന്നെ ഗ്രനോള എത്തുന്നു. എത്തിയ ഉടൻ തന്നെ അവരെ രണ്ടുപേരും എടുത്തെറിയുന്നുമുണ്ട്. അങ്ങനെ ഗ്യാസ് ഗോക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രനോളയെ കണ്ട് നിന്റെ പവർ റീസ്റ്റോർ ആയതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ നാമിക്കൻ വന്ന് ആ ഒരു ഓട്ട്മീലിനെ ഗ്രനോളയ്ക്ക് കൊടുക്കുന്നു. ഓട്ട്മീൽ പറയും, നീ നേരത്തെ എന്നെ എടുത്ത് എറിഞ്ഞില്ലേ? അപ്പോൾ തന്നെ ഗ്രനോള സോറി, ഇനി നിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് പവർ അപ്പ് ചെയ്യും. ഗ്യാസിനോട് പറയും, നീ ഗോകുവിനെ വിട്, നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്റെ കൂടെയാണ്, നമ്മളാണ് ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ. അങ്ങനെ ഗ്രനോള വേഴ്സസ് ഗ്യാസ് എന്ന ഫൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ശരിക്കും ഈ ഗ്യാസിന്റെ പവർ എന്നത് പലതരത്തിലുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഗ്രനോള ബ്ലാസ്റ്റ് ഒക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് ആകട്ടെ വെപ്പൺസ് ഒക്കെ വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഗ്യാസ് കുണായ്സ് ഒക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വെപ്പൺസ് വെച്ചിട്ട് ഡ്രാഗൺ ബോളിൽ ഒരു ഫൈറ്റ് തന്നെ കാണുന്നത്. അങ്ങനെ ഇതേപോലെ അവരുടെ ഫൈറ്റ് മുന്നോട്ട് പോകുന്നു. ഈ സമയം നമ്മുടെ വെജീറ്റ പറയും, ഇപ്പോൾ ഗ്യാസ് ഫൈറ്റ് ചെയ്യുന്നത് തുടക്കത്തിൽ ഗ്രനോള എങ്ങനെയാണോ അതുപോലെയാണ് ഗ്യാസും ഫൈറ്റ് ചെയ്യുന്നത്. ഗ്യാസ് എത്രത്തോളം സ്ട്രോങ്ങർ ആണെങ്കിലും അവന്റെ പവേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വിൻ ചെയ്യാനുള്ള ചാൻസും ഗ്രനോളയ്ക്കാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഗോക്കു പറയും, ഗ്യാസ് എന്തിനാണ് ഈ വെപ്പൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത്? ഇത് കേട്ട് വെജീറ്റ പറയും, ഒരുപക്ഷെ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ ആർക്കും വിഷ് ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഈ സമയം നാമിക്കൻ പറയും, അങ്ങനെയൊന്നുമല്ല, ഗ്യാസ് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെ വെപ്പൺസ് വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ സമയം നമ്മുടെ ഗ്യാസ് ഷുരിങ്കണൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ നറൂട്ടോ സീരീസിലെ ഫൈറ്റ് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡ്രാഗൺ ബോൾസ് എന്ന് പറയുന്നത് എനർജി ബ്ലാസ്റ്റ്, ഫ്ലാഷ് തുടങ്ങിയൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ്. എന്തായാലും കുറച്ചിതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഈ സമയം ഗ്രനോള അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, ഈ ടെക്നിക്ക് മാത്രമാണോ നിന്റെ കയ്യിലുള്ളത്? നീയല്ലേ ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ ആയിട്ടുള്ള ഒരുത്തൻ? ഈ സമയത്താണ് ആ ഒരു എലക്കിന്റെ ടീമിലുള്ള പെണ്ണ് ഈ ഒരു കാര്യം പറയുന്നത്. ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ ആണ് നമ്മുടെ ഗ്യാസ്. ഇപ്പോൾ തന്റെ ഓൺ സ്ട്രെങ്ത്തിലാണ് ഗ്യാസ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ ഗ്യാസ് തന്റെ മുഴുവൻ പവർ പുറത്തു കൊണ്ടുവരുന്നു. ഗ്രനോളയ്ക്ക് ഒരടി പോലും തിരിച്ചടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരൊറ്റ ബ്ലാസ്റ്റിൽ തന്നെ ഗ്രനോള തെറിച്ചടിച്ചു വീഴുന്നു. ഈ സമയം ഗ്യാസ് പറയും, ഞാൻ ഇത്രയും നാൾ ട്രെയിൻ ചെയ്തത് ആ പവേഴ്സ് വെച്ച് നിന്നെ ഡിഫീറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് ഇനിയിപ്പോൾ നടക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഗ്യാസ് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഗ്രനോളയുടെ മുന്നിൽ എത്തുന്നു. ഗ്യാസ് പറയും, ഞാനാണ് യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റർ, എനിക്ക് എല്ലാ ടെക്നിക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞ് വെജീറ്റ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യും. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും ഗ്യാസ് ചില്ലറക്കാരനായിട്ടുള്ള ഒരാളല്ല. ഇതേ സമയം നമ്മുടെ ഗ്രനോള തന്റെ ജാക്കറ്റ് ഒക്കെ അഴിച്ച്, നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ ഇനി ഈസി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല, നീ നല്ല രീതിയിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എന്തൊക്കെ വന്നാലും ഞാൻ തന്നെ അവസാനം നിന്നെ ഡിഫീറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഒക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഗോക്കു പറയും, ഞാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഒക്കെ പഠിച്ചെടുത്തത് എന്ന് പറഞ്ഞ് ഷോക്ക് ആകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും ഫൈറ്റും കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത്തും ചിലപ്പോൾ കുറവായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.